നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെടുങ്കണ്ടത്ത് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം കർഷക ക്ഷേമമല്ല കമ്മീഷനാണെന്ന് വിമർശനം. കർഷക പ്രശ്നങ്ങളോട് നെഗറ്റീവ് സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുരളീധരൻ. വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിയമനം. ഇതോടെ വലയുന്നത് ആശുപത്രിയിലെത്തുന്ന നൂറുകണക്കിന് രോഗികൾ. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ ആശുപത്രിക്ക് മുന്നിലുണ്ടാകുന്നത് രോഗികളുടെ നീണ്ട നിര. KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് കെ മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മുനമ്പം വിഷയത്തിൽ UDF-ന്റെയും പാർട്ടിയുടെയും നിലപാട് വ്യക്തമാണ്. അവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ലെന്നും മുരളീധരൻ. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റബ്ബർ ഷീറ്റിന്റെ വില 200ലേക്ക്. റബ്ബർ വിലയിൽ വീണ്ടും വർധനവുണ്ടായിട്ടുള്ളത് 164 രൂപ വരെയായി കുപ്പുകുത്തിയ ശേഷം. കഴിഞ്ഞ ഓഗസ്റ്റിൽ 255 രൂപ വരെ റബ്ബറിന് വില ഉയർന്നിരുന്നു. വിശദമായ വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം കർഷക ക്ഷേമമല്ല കമ്മീഷനാണെന്ന് കെ മുരളീധരൻ. സീ പ്ലെയിൻ, സിൽവർ ലൈൻ തുടങ്ങിയ കമ്മീഷൻ കിട്ടുന്ന കാര്യങ്ങളിലാണ് സംസ്ഥാന സർക്കാരിന് താൽപ്പര്യം. കർഷക പ്രശ്നങ്ങളോട് നെഗറ്റീവ് സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. നെടുങ്കണ്ടത്ത് കർഷക കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെയാണ് കർഷക കോൺഗ്രസ് പ്രവർത്തകർ നെടുങ്കണ്ടത്ത് രാപ്പകൽ സമരം നടത്തിയത്. ഏലമല വിഷയത്തിൽ കഴിഞ്ഞയിടെ സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവോടെ പട്ടയ നടപടികൾ നിർത്തിവെക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും നിർദ്ദേശം വന്നിരുന്നു. ഏലമലക്കാടുകൾ വനഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി സംഘടന നൽകിയ കേസിൽ സംസ്ഥാന സർക്കാർ നൽകിയ തെറ്റായ സത്യവാങ്മൂലമാണ് ഇടക്കാല ഉത്തരവിലേക്ക് വഴിതെളിച്ചതെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം. ഇത്തരം നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് കർഷക കോൺഗ്രസ് പ്രവർത്തകർ നെടുങ്കണ്ടത്ത് രാപ്പകൽ സമരം നടത്തിയത്. പരിപാടി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ സംസ്ഥാന സർക്കാരാകട്ടെ എല്ലാത്തിലും ഒരു നെഗറ്റീവായിട്ടുള്ള സ്റ്റാൻഡാണ് എടുക്കുന്നത്. കാരണം അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. അവർക്ക് കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും വനഭൂമിയുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് താല്പര്യം ഇപ്പോഴും എന്താണ് പറയേണ്ടത്, സീ പ്ലെയിൻ, സിൽവർ ലൈൻ, അതായത് കമ്മീഷൻ അടിക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ ആ കാര്യത്തിൽ മാത്രം മുൻതൂക്കം. അതല്ലാതെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളെ കുറിച്ചും അവർക്ക് പറയാൻ താല്പര്യമില്ല. ഇപ്പൊ ഇടുക്കിയിലെ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ കർഷകർ ഇതിനോടൊപ്പം ഉണ്ട്. ഇടുക്കിയിലെ ജനങ്ങളോടൊപ്പം ഇടുക്കിയും കേരളത്തിന്റെ ഭാഗം. ഇടുക്കിയിലെ ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രയാസം അത് കേരളത്തിന്റെ വികാരമാണ്, കേരളത്തിന്റെ ദുഃഖമാണ്. നിങ്ങളുടെ ദുഃഖം കേരളത്തിന്റെ ദുഃഖമാണ്, ഇന്ത്യയുടെ ദുഃഖമാണ്. അതുകൊണ്ട് ആ ദുഃഖം പരിഹരിക്കാൻ ഒറ്റക്കെട്ടായി എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും. CHR വനമാക്കി മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കുക, കുത്തകപ്പാട്ട രജിസ്ട്രേഷൻ പുനരാരംഭിക്കുക, വന്യമൃഗ ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിൽ ഉന്നയിച്ചത്. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ അധ്യക്ഷനായിരുന്നു. ഏലമല വിഷയം രൂക്ഷമായതോടെ ഇടുക്കിയിൽ തുടർ സമരത്തിനാണ് കളമൊരുങ്ങുന്നത്. വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിയമനം. ഇതോടെ ആശുപത്രിയിലെത്തുന്ന നൂറുകണക്കിന് രോഗികളാണ് വലയുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ രോഗികളുടെ നീണ്ട നിരയാണ് ആശുപത്രിക്ക് മുന്നിൽ ഉണ്ടാകുന്നത്. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാതായതോടെ ഓരോ ദിവസവും രോഗികളുടെ നീണ്ട നിരയാണ് ആശുപത്രിക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിൽ 3 ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതോടെ മണിക്കൂറുകൾ രോഗികൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. ചിലർ ഡോക്ടറെ കാണാതെ മടങ്ങി. താലൂക്ക് ആശുപത്രിയിൽ ഇത് നാളുകളായി തുടരുന്ന പ്രതിസന്ധിയാണ്. നിരവധി പരാതികളും നിവേദനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിട്ടും ഡോക്ടർമാരുടെ സ്ഥിരമായിട്ടുള്ള നിയമനം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണെന്നാണ് പരാതി. 12 ഡോക്ടർമാരുടെ തസ്തികയുള്ളിടത്താണിപ്പോൾ 3 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നത്. ഇത് നിലവിലുള്ള ഡോക്ടർമാരുടെ ജോലിഭാരം കൂട്ടുന്നതിനും കാരണമായി. ആശുപത്രിയിൽ അനുവദിച്ചിട്ടുള്ള ചില ഡോക്ടർമാർ സ്വയ താൽപര്യപ്രകാരം മറ്റ് ആശുപത്രിയിലേക്ക് മാറിപ്പോകുന്നുവെന്നും ആക്ഷേപമുണ്ട്. പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കുന്നതോടെ താൽക്കാലിക നിയമനങ്ങൾ നടത്തി അധികൃതർ തടി തപ്പുകയായിരുന്നു. വിഷയം DMOയെ വിളിച്ചറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ പറഞ്ഞു.
നിലവിൽ ഇവിടെ തസ്തികൾ അനുവദിച്ച് ഡോക്ടർമാരെ നിയമിച്ചെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ DMI വിളിച്ചിരുന്നു, ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിനെ വിളിച്ച് അദ്ദേഹത്തെ കിട്ടിയില്ല. ഒപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ റോഷി അഗസ്റ്റിൻ MLA മന്ത്രിയെ വിളിച്ചപ്പോൾ അദ്ദേഹം കോട്ടയത്ത് അദാലത്തിലാണ്. അദ്ദേഹം തിരിച്ചു വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് അടിയന്തരമായ ഒരു ഇടപെടൽ, രാഷ്ട്രീയ ഇടപെടൽ കൃത്യമായി ഉണ്ടായി താലൂക്ക് ആശുപത്രി ഡോക്ടർമാരെ നിയമിച്ചില്ല എങ്കിൽ വലിയ ദുരന്തമായ അവസ്ഥയിലേക്ക് പോകും. ഈ ഹോസ്പിറ്റൽ കൂട്ടേണ്ട സാഹചര്യത്തിലേക്ക് കടന്നു വരികയാണ്. ഇത്രയധികം ഫെസിലിറ്റിയും സംവിധാനമുള്ള ഈ ഹോസ്പിറ്റലിലേക്ക് നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് വെറും കൈയോടെ പോയി മടങ്ങിപ്പോകുന്ന ദാരുണമായ സാഹചര്യമാണ് ഞങ്ങൾ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോട്ടം ആദിവാസി മേഖലകളിൽ നിന്നുള്ള സാധാരണക്കാരായ ആളുകളുടെ ഏക ആശ്രയമാണ് 20 ഏക്കർ താലൂക്ക് ആശുപത്രി. ഇവിടെ എത്തുന്ന ആളുകൾ പലരും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണിപ്പോൾ. ഇത് താലൂക്ക് ആശുപത്രി അടച്ചുപൂട്ടലിലേക്ക് എത്തിക്കാനുള്ള നീക്കവും അതുവഴി ചില സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കാനുള്ള ശ്രമവുമാണെന്നും ആരോപണമുണ്ട്. DMOയെ നേരിൽ കണ്ട് വിഷയം ധരിപ്പിക്കുകയും നടപടി ഉണ്ടാകാത്ത പക്ഷം റിലേ നിരാഹാര സമരത്തിന് ഒരുങ്ങുകയുമാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് കെ മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇപ്പോൾ പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യവുമുണ്ട്. തൃശൂർ DCCയിൽ പുതിയ അധ്യക്ഷനെ വയ്ക്കണം. ലൈസൻ കമ്മിറ്റിക്കും ചെയർമാനില്ല. ഇത് രണ്ടും അടിയന്തരമായി നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയുടെ മറ്റു നേതൃത്വത്തിലേക്ക് യുവാക്കൾ വരട്ടെ. മുനമ്പം വിഷയത്തിൽ UDFന്റെയും പാർട്ടിയുടെയും നിലപാട് വ്യക്തമാണ്. അവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല. വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും കെ മുരളീധരൻ നെടുങ്കണ്ടത്ത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 20-ൽ 18 സീറ്റും UDF ജയിച്ചു. ഇപ്പൊ ബൈ ഇലക്ഷനില് UDFന്റെ സിറ്റിംഗ് സീറ്റുകൾ നല്ല ഭൂരിപക്ഷത്തോടെ നിലനിർത്തി. LDF വിജയിച്ച ചേലക്കരയിൽ അവരുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഒരു ലീഡർഷിപ്പ് മാറ്റത്തിന്റെ പ്രശ്നം ഇപ്പൊ ഇല്ല, അതിന്റെ ഒരു ആവശ്യമില്ല. ഈ യുവതലമുറയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ചില ആവശ്യങ്ങൾ കേൾക്കുന്നില്ല. അല്ല, KPC പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമില്ല. യുവാക്കളെ കൊണ്ടുവരാൻ ഭാരവാഹികളുടെ ലിസ്റ്റ് ഒന്ന് പുനഃസംഘടിപ്പിച്ചാൽ മതിയല്ലോ. ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ പ്രയോറിറ്റി ചെറുപ്പക്കാർക്ക് കൊടുക്കണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യുവാക്കളെ കൊണ്ടുവരണം. ഇപ്പൊ പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ അദ്ദേഹത്തിന് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. ലോക്സഭ ഇലക്ഷൻ നയിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ മത്സരിച്ച് ഭൂരിപക്ഷം കൂട്ടി അദ്ദേഹത്തിന്റെ. പിന്നെന്താ ആരോഗ്യത്തിന് കുഴപ്പമെന്താ? ഒരു കുഴപ്പമില്ല. പാർട്ടി കൊണ്ടു നടക്കാനുള്ള ആരോഗ്യമൊക്കെ നിലവിലുള്ള പ്രസിഡന്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മുനമ്പം വിഷയത്തിൽ VD സതീശൻ പറഞ്ഞതിനെതിരായിട്ടാണല്ലോ KM ഷാജി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അല്ല, അതില് ഒരു കാര്യത്തിൽ UDFന്റെയും പാർട്ടിയുടെയും സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അവിടെ താമസിക്കുന്നവരെ ഒരു കാരണവശാലും ഒഴിപ്പിക്കാൻ പാടില്ല. വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. അതിനാണ് പറയുന്നത് വഖഫ് ബോർഡിന്റെയും അതുപോലെ തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട കക്ഷികളൊക്കെ വിളിച്ച് സംസാരിച്ച് ആ കേസ് സെറ്റിൽ ചെയ്യേണ്ട ചുമതല ഗവൺമെന്റാണ്. പക്ഷേ അവിടെ താമസിക്കുന്നവരെ കുടിയിറക്കാൻ ഒരു കാരണവശാലും ആരും അനുവദിക്കില്ല. അക്കാര്യത്തിൽ UDFും പാർട്ടിയൊക്കെ ഒറ്റക്കെട്ടാണ്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റബ്ബർ ഷീറ്റിന്റെ വില 200ലേക്ക് മടങ്ങിയെത്തി. 164 രൂപ വരെയായി കൂപ്പുകുത്തിയ ശേഷമാണ് റബ്ബർ വിലയിൽ വീണ്ടും വർധനമുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ 255 രൂപ വരെ റബ്ബറിന് വില ഉയർന്നിരുന്നു. പിന്നീടുണ്ടായ വിലയിടിവ് കർഷകർക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചത്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റബ്ബർ ഷീറ്റിന്റെ വില 200ലേക്ക് മടങ്ങിയെത്തിയത്. ബോർഡ് വില 199 രൂപയാണ്. 164 രൂപ വരെയായി കുപ്പുകുത്തിയ ശേഷമാണ് റബ്ബർ വിലയിൽ വീണ്ടും വർധനവുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ 255 രൂപ വരെ റബ്ബറിന് വില ഉയർന്നിരുന്നു. പിന്നീടുണ്ടായ വിലയിടിവ് കർഷകർക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചത്. മഴക്കാലത്ത് തോട്ടങ്ങളിൽ മെച്ചപ്പെട്ട പാൽ ഉൽപാദനമുണ്ടെങ്കിലും ടാപ്പിംഗ് നടക്കുന്ന ദിവസങ്ങൾ കുറവായതിനാൽ ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കും. ഈ സമയത്ത് ലഭിക്കുന്ന ഉയർന്ന വില കർഷകർക്ക് പൊതുവെ കാര്യമായി ഗുണം ചെയ്യാറില്ല. മഴ കുറഞ്ഞ റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് സജീവമായതോടെ ഇത്തവണ റബ്ബർ ഷീറ്റിന് ക്രമേണ വില ഇടിയുന്ന പ്രവണതയാണ് വിപണിയിൽ ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ വില 150ലേക്ക് കുപ്പുകുത്തുമെന്ന് തോന്നിപ്പിച്ചു. ഇതിനുശേഷമാണ് ഇപ്പോൾ വിലയിൽ വീണ്ടും വർധനവുണ്ടായിട്ടുള്ളത്. ഇത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു. എന്നാൽ കുറച്ചു ദിവസങ്ങൾ കൂടി പിന്നിടുന്നതോടെ റബ്ബർ മരങ്ങളിൽ ഇല പൊഴിയും. ഇതോടെ പല കർഷകരും ടാപ്പിംഗ് നിർത്തിവെക്കും. മരങ്ങൾ ഇല പൊഴിക്കുന്നതോടെ ഉൽപാദനവും കുറയും. മെച്ചപ്പെട്ട ഉൽപാദനം ലഭിക്കുന്ന സമയത്തെ വിലക്കുറവും ഉൽപാദനം ഇടിയുന്ന സമയത്തെ വില വർധനവും കൊണ്ട് കർഷകർക്ക് കാര്യമായ പ്രയോജനമില്ലെന്നും വാദമുയരുന്നു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് PU ദേവസ്യ എന്ന പാപ്പ പൂമുറ്റം നിര്യാതനായി. 80 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കട്ടപ്പനയിലെ ആദ്യകാല വ്യാപാരികളിൽ ഒരാളായിരുന്നു. മുൻ MLA തോമസ് ജോസഫിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് അംഗമായത്.
കട്ടപ്പനയുടെ വികസനത്തിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വമായിരുന്നു പാപ്പ പൂമുറ്റത്തിൻ്റേത്. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരായ പ്രതിഷേധ മാർച്ചിനിടെ തൊടുപുഴയിൽ മധ്യവയസ്കൻ കുഴഞ്ഞു വീണ് മരിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം MK ചന്ദ്രനാണ് മരിച്ചത്. യൂത്ത് ഫ്രണ്ട് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിലെ KSEB ഓഫീസിന് മുൻപിലാണ് മാർച്ച് നടത്തിയത്. ഇതിനിടെയാണ് ചന്ദ്രൻ കുഴഞ്ഞു വീണത്. ഒപ്പമുണ്ടായിരുന്നവർ ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം ചൊവ്വാഴ്ച 12 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഷീലയാണ് ഭാര്യ. അനിൽകുമാർ MC, അനിമോൻ MC എന്നിവർ മക്കളാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് AB തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടു. മുൻ വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് വീണ്ടും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അഡ്വക്കേറ്റ് AB തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആകെയുള്ള 12 വോട്ടിൽ 7 വോട്ടുകൾ നേടിയാണ് AB തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് രണ്ടാം തവണയാണ് അഡ്വക്കേറ്റ് AB തോമസ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. തുടക്കത്തിൽ UDF ഭരിച്ചിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായിരുന്ന രാജീവ് ചന്ദ്രൻ കൂറുമാറിയതോടെ ഭരണം LDF പിടിച്ചെടുത്തിരുന്നു. ഇതോടെ ആദ്യഘട്ടത്തിൽ വൈസ് പ്രസിഡന്റായിരുന്ന AB തോമസിനും സ്ഥാനം നഷ്ടമായി. കൂറുമാറ്റത്തെ തുടർന്ന് രാജീവ് ചന്ദ്രനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതോടെ വീണ്ടും ഭരണം UDF തിരിച്ചുപിടിച്ചു. ഇതേ തുടർന്ന് UDF നൽകിയ അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് മുൻ വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് പുറത്തായത്. ഇതോടെയാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അഡ്വക്കേറ്റ് AB തോമസ് വീണ്ടും വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആകെയുള്ള 12 വോട്ടിൽ 7 വോട്ടുകൾ AB തോമസിന് ലഭിച്ചു. LDFന്റെ രാഷ്ട്രീയ കുതിര കച്ചവടങ്ങളെക്കാൾ ജനാധിപത്യത്തിനുള്ള മൂല്യം എത്ര മഹത്തരമാണെന്ന് തെളിയിക്കുന്നതാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ അടുത്തിടെ നടന്ന സംഭവങ്ങളെന്ന് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AB തോമസ് പറഞ്ഞു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ 2020 അധികാരത്തിൽ വന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പലതും ഇന്ന് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ പുതിയ ഭരണസമിതി ശ്രീ ആൻസി തോമസിൻ്റെ നേതൃത്വത്തിൽ മുടങ്ങിക്കിടക്കുന്ന ജനക്ഷേമകരമായ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ പ്രവർത്തനക്ഷമമാക്കി മുമ്പോട്ട് പോകും എന്ന് ഇവിടെ ഉറപ്പ് പറയുകയാണ്. ഇവിടെ കർഷകർക്കും ക്ഷീരമേഖലയിൽപ്പെട്ട എല്ലാവർക്കും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടപ്പെട്ട ഗുണങ്ങൾ ത്രിതല പഞ്ചായത്ത് മുഖേന നേടിയെടുക്കാൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ കാര്യത്തിനും മുൻപിൽ തന്നെ ഉണ്ടായിരിക്കും. അതിനുള്ളൊരു പ്രവർത്തനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി ഇവിടുത്തെ എല്ലാ മെമ്പർമാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പ്രവർത്തനക്ഷമമാക്കുമെന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കും. തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് സബ് കളക്ടർ സുനിൽ മാത്യു മുഖ്യ വരണാധികാരിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് സബീർ PM, പ്രസിഡന്റ് അൻസി തോമസ്, മറ്റംഗങ്ങൾക്ക് പുറമെ UDF നേതാക്കളായ AP ഉസ്മാൻ, ജോയി കൊച്ചുകരോട്ട്, VA ഉലഹന്നാൻ, സാജു കാരക്കുന്നേൽ, ഷൈനി സജി, അനീഷ് ചേനക്കര, സണ്ണി പുൽക്കുന്നേൽ, വർഗീസ് വെട്ടിയാങ്കൽ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു. കാഞ്ചാർ വെള്ളിലാങ്കണ്ടത്ത് മോഷണം നടന്ന വീട്ടിൽ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. വെള്ളിലാങ്കണ്ടം ഓലാനിക്കൽ ബിജുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വെള്ളിലാങ്കണ്ടം ടൗണിൽ താമസിക്കുന്ന ഓലാനിക്കൽ ബിജുവിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം ബിജു പിതാവുമായി ആശുപത്രിയിൽ പോയിരുന്നു. പിന്നീട് ബിജുവിന്റെ ഭാര്യയും മാതാവ് ശാന്തമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മുറ്റം തൂക്കുന്നതിനായി ശാന്തമ്മ വിറകുപുരയിൽ ചെന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വിറകുപുരയിൽ സൂക്ഷിച്ചിരുന്ന ചെമ്പ്, വാർപ്പ് ഉൾപ്പെടെയുള്ള പാത്രങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് കട്ടപ്പന പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നുവെന്ന് ശാന്തമ്മ പറഞ്ഞു. ഒരു വാർപ്പും ഒരു വലിയ ചെമ്പുകൂടും, ഈ ചെമ്പിൻ്റെ ഒരു ചെരുവം, പിന്നെ ഒരു കോളാമ്പി, പിന്നെ പഴയ കാലത്തൊരു തേപ്പൊട്ടി, അന്നേരം അലുമിനിയ പാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. മൂടിയിട്ട പാത്രവും തുണികളും മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും നോക്കുന്നില്ലാത്ത പരിക്കാത്ത കയറിയില്ല. പരിക്കാത്ത ആ വട്ടത്ത് വേറെ ഇവിടെ കവർ ചെയ്തിട്ടുണ്ടല്ലോ വീട്ടിലത്തെ, അതും കൊണ്ട് കിട്ടി. ഇങ്ങോട്ട് കയറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. താഴത്ത് വെച്ചുകൊണ്ട്
എടുത്താൽ വഴി പോകുമായിരിക്കും. വേറെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. കട്ടപ്പന പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. പണമോ മറ്റു സാധനങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ല. കട്ടപ്പന SI KV ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തുന്നത്. മോഷ്ടാവിനെപ്പറ്റി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. അടിമാലി കൂമ്പൻപാറ 200 ഏക്കർ റോഡിൽ 25 ഏക്കറിൽ ടിപ്പർ ലോറി കൊക്കയിലേക്ക് മറിഞ്ഞു. ലോഡ് കയറ്റി വന്ന ലോറി റോഡിന്റെ അരികിടിഞ്ഞതോടെ കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സിമന്റ് ഇഷ്ടിക കയറ്റിവന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ ലോറി കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനം കയറിയതോടെ റോഡ് അരികിടിഞ്ഞു പോയതാണ് അപകടത്തിന് ഇടവരുത്തിയത്. അരികിടിഞ്ഞതോടെ ലോറി കൊക്കയിലേക്ക് പതിച്ചു. അപകടത്തിൽ ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താഴേക്ക് പതിച്ച ലോറി സമീപത്തെ ഒരു പ്ലാവിൽ തങ്ങി നിന്നതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. താഴേക്ക് പതിച്ചതിനെ തുടർന്ന് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. റോഡരികിലെ പൊന്തക്കാട് വെട്ടി നീക്കാത്തതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് സമീപവാസികൾ പറഞ്ഞു. ഇരട്ടയാർ ശാന്തിഗ്രാം പാലം ചൊവ്വാഴ്ച മുതൽ ഗതാഗതത്തിന് തുറന്നു നൽകും. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് 2 മാസം മുൻപാണ് പാലത്തിലൂടെ ഗതാഗതം നിരോധിച്ചത്. അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തി കെട്ടി കൈവരികളും നിർമ്മിച്ചാണ് പാലത്തിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത്. അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ 7 മുതലാണ് പാലത്തിലൂടെ ഗതാഗതം നിരോധിച്ചത്. ഇതേ തുടർന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടത് പ്രദേശവാസികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. നിലവിൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചാണ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത്. നമുക്കറിയാം, പെട്ടെന്നൊരു മഴയുണ്ടായ സമയത്ത് പാലം ഇടിഞ്ഞു താഴുകയും അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വളരെ അടിയന്തരമായി പ്രിയപ്പെട്ട മണിയാശാനും അതുപോലെ തന്നെ മുൻ പ്രസിഡന്റുമാരും എല്ലാം ഇടപെട്ട് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 13 ലക്ഷം രൂപ അനുവദിച്ച് പണികളെല്ലാം പൂർത്തീകരിച്ച് എല്ലാ വാഹനവും കടന്നു പോകാൻ വേണ്ടിയുള്ള രീതിയിൽ പാലം തുറന്നു വിടുന്നതായിരിക്കും. അതിൻ്റെ ഇതിനുവേണ്ടി സഹകരിച്ച നമ്മുടെ ഓട്ടോ തൊഴിലാളികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കെല്ലാം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക. കാരണം ഇതുപോലൊരു അവസ്ഥയിൽ എല്ലാവരും ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആളുകൾ, ഇവിടുത്തെ തൊഴിലാളികളെല്ലാം സഹകരിച്ചു. നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തീകരിച്ച് പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടണമെന്ന ആവശ്യം പൊതുജനങ്ങൾ മുമ്പോട്ട് വച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുന്നുവെന്നാരോപിച്ച് വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധവും ഉയർന്നിരുന്നു. വണ്ടൻമേട് കിസാൻ സർവീസ് സൊസൈറ്റിയും പോത്തുങ്കണ്ടം SNUP സ്കൂളിലെ നെയ്തലാമ്പൽ സീഡ് ക്ലബ്ബുമായി ചേർന്ന് കൊയ്ത്ത് മഹോത്സവം നടത്തി. കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് മോൻസി ബേബി ഉദ്ഘാടനം ചെയ്തു. പോത്തുങ്കണ്ടം SNUP സ്കൂളും വണ്ടൻമേട് കിസാൻ സർവീസ് സൊസൈറ്റിയുമായി ചേർന്ന് പഴയ കതിർ പുതിയ കൈകളിൽ എന്ന പേരിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം സൃഷ്ടിക്കുന്നതിനും അന്യനിന്നു പോകുന്ന കാർഷിക സംസ്കൃതിയെ തിരിച്ചറിയുന്നതിനും നെൽകൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനുമായിട്ടാണ് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും കിസാൻ സർവീസ് സൊസൈറ്റിയുമായി ചേർന്ന് കൊയ്ത്ത് മഹോത്സവം സംഘടിപ്പിച്ചത്. ഏറെ ഔഷധ ഗുണങ്ങളുള്ള രക്തശാല ഇനത്തിൽപ്പെട്ട നെല്ലാണ് വിദ്യാർത്ഥികൾ കൊയ്തത്. കൊയ്ത്ത് മഹോത്സവം കൊയ്ത്തുപാട്ടിന്റെ ഈരടികളോടെ കുട്ടികൾ വലിയ ആവേശമാക്കി മാറ്റി. കൊയ്ത്ത് മഹോത്സവത്തിന്റെ ഉദ്ഘാടനം കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് മോൻസി ബേബി നിർവഹിച്ചു. പഴയ കതിർ പുതിയ കൈകളിൽ എന്ന ഒരു ആപ്തവാക്യവുമായി നമ്മൾ ഈ പാടത്ത് ഞാറ് നടുകയുണ്ടായി. കൃത്യമായിട്ട് സ്കൂൾ കുട്ടികളെ ഇല്ലെങ്കിൽ പുതിയ തലമുറയെ ആ പഴയ കതിര് നമ്മളെല്ലാം അരി മേടിച്ച് മാത്രം നമ്മൾ ശീലിച്ചു, ഇല്ലേ ഭക്ഷണം കഴിച്ച് ശീലിച്ച നമ്മൾക്ക് ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ആ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കിസാൻ സർവീസ് സൊസൈറ്റിയും SNUP സ്കൂളും ചേർന്നെടുത്ത ഒരു തീരുമാനം. അതനുസരിച്ചാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇവിടെ വന്നു. നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ഞാറ് നട്ടത്. അധ്യാപകരായ CR വാസവൻ, അനീഷ ദിവാകരൻ, ആതിര രാജേന്ദ്രൻ, അരുണിമ ബിജു, സോമിനിമോൾ ബിജു, PTA പ്രസിഡന്റ് വിനീത് പാലത്താറ്റിൽ, സീഡ് പ്രവർത്തകരായ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അടുത്ത വർഷം കൂടുതൽ സ്കൂളുകളുമായി ചേർന്ന് കൃഷി നടത്താനും തീരുമാനിച്ചു. കിസാൻ സർവീസ് സൊസൈറ്റി ഭാരവാഹികളായ ജെയ്മോൻ ജോർജ്, AT ജോസഫ്, ബിജു ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ നടന്നു വന്ന കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. വാശിയേറിയ വടംവലി മത്സരത്തോടുകൂടിയാണ് കേരളോത്സവം സമാപിച്ചത്. 3 ദിവസങ്ങളിലായാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം നടന്നത്.
വിവിധ മത്സരങ്ങൾ കേരളോത്സവത്തിന്റെ ഭാഗമായി നടന്നു. അവസാന ദിവസം നടന്ന വാശിയേറിയ വടംവലി മത്സരത്തിൽ പളനിക്കാവ് ടീം 1-ാം സ്ഥാനവും പരപ്പ് ടീം 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. തുടർന്ന് സാംസ്കാരിക നിലയത്തിൽ നടന്ന സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെ സഹകരണത്തോടുകൂടി നമുക്ക് ഈ പരിപാടി നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നതിൽ ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി ഇത് നമുക്ക് നടത്താൻ കഴിഞ്ഞു. നമ്മുടെ പ്രദേശത്തോട് ഇന്നിപ്പോൾ ഇവിടെ സമ്മാനദാനമാണ്. ഈ സമ്മാനം വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾ, അവരുടെ മാതാപിതാക്കളും നിങ്ങളെല്ലാവരും ഈ കേരളോത്സവത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്, അതിൽ പങ്കാളികളാകുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിൽ നടത്തുന്ന കലാകായികപരമായ എല്ലാ കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഇതിനുവേണ്ടി നടപടി സ്വീകരിക്കുമ്പോൾ അതിന്റെ ഭാഗമായി മാറുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. മത്സരത്തിൽ വിജയിച്ചവർക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും കൈമാറി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമോൾ രാജൻ, നിഷാമോൾ വിനോജ്, വിജയമ്മ ജോസഫ്, സോണിയ ജെറി, കെ എം ബിനു, ജോമോൻ വെട്ടിക്കാലായിൽ, സിജി കൊച്ചുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന്റെയും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിവന്ന കേരളോത്സവം സമാപിച്ചു. പാറത്തോട് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് ഉദ്ഘാടനം ചെയ്തു. 6, 7, 8 തീയതികളിലായാണ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവം നടന്നത്. പാറത്തോട് ബീനാമോൾ സ്റ്റേഡിയം, സെന്റ് ജോർജ് പാരിഷ് ഹാൾ, കമ്പിളികണ്ടം വൈസ്മെൻസ് ക്ലബ് ഹാൾ എന്നിവിടങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. കായിക മേഖലയുടെ വളർച്ചയ്ക്കായി പഞ്ചായത്ത് 9 ലക്ഷം രൂപയുടെ പദ്ധതി രൂപപ്പെടുത്തി നടപ്പിലാക്കുമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് പറഞ്ഞു. യുവജനങ്ങൾ 15 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ഒരുപാട് കായിക താരങ്ങളെ നമുക്ക് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടക്കുന്ന ഗെയിംസിലും കായിക മത്സരങ്ങളിലും പങ്കെടുപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് വളരെയധികം അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. അതുകൂടാതെ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന കായിക മേഖലയിൽ വളരെ കൃത്യമായ രീതിയിൽ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്കായി, കുട്ടികൾക്കായി 9 ലക്ഷം രൂപയുടെ പദ്ധതി കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിയിക്കാനുള്ളൊരു വേദി കൂടി ഞങ്ങൾക്ക് ഇതിനകത്ത് ലഭ്യമായിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്ന തരത്തിൽ ഏതെങ്കിലും അവശ്യ വസ്തുവിൻ്റെ കുറവ് മൂലം, കായികമായ അവശ്യ വസ്തുവിൻ്റെ കുറവ് മൂലം കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്ന കുട്ടികൾക്കായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു പദ്ധതി കൂടി ഒരുക്കിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MN വിജയൻ, VM ബേബി, ഷാജി കാഞ്ഞമല, രാജു വെട്ടിക്കൽ, M ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന് രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ സമാപനമായി. കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്നുവന്ന കലാകായിക മത്സരങ്ങൾക്കാണ് സമാപനം കുറിച്ചത്. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ വിജു ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളുടെ കലാപരവും സാംസ്കാരികവും കായികവുമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അവസരം ഒരുക്കുക, സാഹോദര്യവും സഹകരണബോധവും സഹവർത്തിത്വവും വർദ്ധിപ്പിക്കുവാൻ പൊതു സംഗമവേദിയിൽ ഒരുമിച്ച് കൂടുന്നതിന് അവസരം ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ യുവജനക്ഷേമ ബോർഡിന്റെ സഹകരണത്തോടെ സംസ്ഥാന വ്യാപകമായി കേരളോത്സവം സംഘടിപ്പിച്ചു വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പഞ്ചായത്ത് തലം മുതൽ ആരംഭിച്ച് സംസ്ഥാന തലം വരെയാണ് കലാകായിക മത്സരങ്ങൾ നടക്കുന്നത്. രാജകുമാരി പഞ്ചായത്തിൽ 6-ാം തീയതി തുടക്കം കുറിച്ച കലാകായിക മത്സരങ്ങൾ 3 ദിവസങ്ങളിലായി വിവിധ വേദികളിൽ നടന്നു. ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായ 15നും 40നും ഇടയിലുള്ള യുവജനങ്ങൾക്ക് വേണ്ടിയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. രാജകുമാരി പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിച്ചു ഉദ്ഘാടനം ചെയ്തു. 25 കലാകായിക മത്സരങ്ങളാണ് നടന്നത്. മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KG സിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ P രാജാറാം, A ചിത്ര, ആശാ സന്തോഷ്, ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.
ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ നടന്നുവന്ന കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ഉപ്പുതറ പഞ്ചായത്തും സംയുക്തമായി നടത്തിവന്നിരുന്ന കേരളോത്സവമാണ് സമാപിച്ചത്. നവംബർ 30 ആരംഭിച്ച കേരളോത്സവം ആവേശകരമായ വടംവലിയോടെയാണ് സമാപിച്ചത്. വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി നിരവധി കലാകായിക മത്സരങ്ങൾ ആവേശത്തോടെ യുവജനങ്ങൾ സ്വീകരിച്ചിരുന്നു. പതിവിന് വിപരീതമായി കാർഷിക മത്സരങ്ങളായ തെങ്ങുകയറ്റം, കിളമത്സരം തുടങ്ങിയവ ഇത്തവണ ഉൾപ്പെടുത്തിയിരുന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ സമ്മേളനത്തിൽ അനുമോദിച്ചു. സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും എടുത്ത് പറയാനുള്ളത് ക്രിക്കറ്റ്, ഫുട്ബോൾ മത്സരങ്ങൾ നടത്തിയിട്ടുള്ള ചീന്തലാർ CFCയും അതോടൊപ്പം തന്നെ അവിടെ മറ്റ് ക്ലബ്ബുകളും ഒക്കെ ഉണ്ടായിരുന്നു. MPC ഉൾപ്പെടെയുള്ള ക്ലബ്ബിലെ ആളുകളും ചേർന്ന് സഹോദരങ്ങളായിട്ട് നിന്നുകൊണ്ട് ഈ 2 മത്സരങ്ങളും അതിഗംഭീരമായിട്ട് നടത്തി. വടംവലി മത്സരത്തിൽ MPC മറയിൽ പുതുവൽ 1ാം സ്ഥാനത്തും CSC ചീന്തലാർ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വനിതകളുടെ വടംവലി മത്സരത്തിൽ ഐശ്വര്യ മാട്ടുത്താവളം 1ാം സ്ഥാനവും ഉപ്പുതറ ടീം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വോളിബോൾ മത്സരത്തിൽ ചാമ്പ്യൻസ് ഉപ്പുതറ 1ാം സ്ഥാനവും യുവാ വളവോൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ INTUC പീരുമേട് റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ KSEB ഓഫീസ് പടിക്കൽ പന്തംകൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. INTUC സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PK രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ 140 മണ്ഡലങ്ങളിലും INTUCയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സായാഹ്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് പീരുമേട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ KSEB ഓഫീസ് പടിക്കൽ പന്തംകൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത്. പീരുമേട് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് KA സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PK രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. അടുത്ത 2 മാസം കഴിയുമ്പോൾ 12 പൈസ കൂടി വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴുള്ള 28 പൈസയാണ് ഈ വർധനവിൽ വരുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഏറിയതിനു ശേഷം 5 തവണയാണ് ജനങ്ങളുടെ മേൽ ഇതുപോലുള്ള ഇടുത്തി കത്തിച്ചു വിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ കോർപ്പറേറ്റുകൾക്ക് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കറണ്ട് ചാർജ് കുടിശ്ശിക 320 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് എഴുതിത്തള്ളിയത്. എന്നിട്ടാണ് സാധാരണ ജനങ്ങളുടെ തലയിലേക്ക് ഇടുത്തി വീഴത്തക്ക രീതിയിൽ ഇതുപോലെ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നത്. എന്നിട്ട് വൈദ്യുതി മന്ത്രിയും പിണറായി വിജയനും പറയുന്നത് എന്താ? ഇതൊന്നും ചെറുതാണ്, ഇതൊന്നും ആർക്കും ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. DCC അംഗം R ഗണേശൻ, S ഗണേശൻ, ഷാരി ബിനു ശങ്കർ, ഷാൻ അരുവിപ്ലാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി നിരക്ക് കുറയ്ക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കട്ടപ്പന അശോക ജംഗ്ഷനെയും സെൻട്രൽ ജംഗ്ഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടപ്പാത മലമൂത്ര വിസർജ്ജന കേന്ദ്രമായി മാറുന്നു. വെളിയുടെ വിസർജ്ജന നിരോധന നഗരസഭയായി കട്ടപ്പന പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇടവഴികൾ പോലും വൃത്തിഹീനമാകുന്നത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ നടപ്പാതയിലൂടെ അശോക ജംഗ്ഷനിൽ നിന്നും വളരെ എളുപ്പത്തിൽ സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്താൻ സാധിക്കും. അതിനാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി കാൽനടയാത്രക്കാരാണ് പാത ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ പാതയിൽ രാത്രിയുടെ മറവിൽ മദ്യപസംഘങ്ങൾ തമ്പടിക്കുന്നതും സാമൂഹിക വിരുദ്ധർ മലമൂത്ര വിസർജനം നടത്തുന്നതും പതിവാവുകയാണ്. മൂക്കുപൊത്താതെ ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വെളിയുടെ വിസർജന നിരോധന നഗരസഭയായി കട്ടപ്പനയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്തെ നടപ്പുവഴി ഇത്തരത്തിൽ വൃത്തിഹീനമായി കിടക്കുന്നത്. അസഹ്യമായ ദുർഗന്ധ നിമിത്തം വ്യാപാര സ്ഥാപനങ്ങളിൽ ഇരിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് കച്ചവടക്കാർ പറയുന്നു. വർഷങ്ങളാണ് ഞങ്ങൾ കടന്ന് അനുഭവിക്കുന്നത്. ഈ സെക്യൂരിറ്റികളൊക്കെ അറിയാം, ഇവിടെ ഉപയോഗിക്കുന്ന ഈ ശല്യപ്പെടുത്തുന്നവരെയൊക്കെ ആരും മിണ്ടത്തില്ല. സാമൂഹ്യ വിരുദ്ധരെക്കുറിച്ച് പറഞ്ഞാൽ അവർ പോയി 2 തെറി പറയും. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇത് ഒഴിവാക്കി മർച്ചന്റ് അസോസിയേഷനോ ഇവിടെയുള്ള പൊതുജനങ്ങളും കൂടി പബ്ലിക്കിനെ കൊണ്ട് ഇത് വെച്ചിട്ട് നടത്തിയത്. ഒരു 6-7 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും, കടക്കാരടയ്ക്കും. രാവിലെ ഒരു 8 മണിക്ക് ഇത് തുറന്നു കൊടുക്കാം. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഒന്ന് തീരുമാനം അടിയന്തരമായിട്ട് 3 കോടതി വിധിയും മർച്ചന്റ് അസോസിയേഷനിൽ അന്ന് എഗ്രിമെന്റ് വെച്ച് കോപ്പി ഇരിപ്പുണ്ട്. ഇങ്ങനെ വരികയെന്നും പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും മാരകമായ രോഗങ്ങളുണ്ടോ? ഇതിൽ കടന്നു പോകുന്ന ആളുകൾക്കും ഇങ്ങോട്ടില്ല. ഇവിടെ എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമല്ല അവരോട്. ഒന്നെങ്കിൽ ഇത് ഗേറ്റ് വെച്ച് രാത്രി കാലങ്ങളിൽ അടച്ചിടുകയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ്. 2 സൈഡിലും ഗേറ്റ് വെച്ച് ഒരു 7 മണിയാകുമ്പോൾ ആ ഗേറ്റിന്റെ താക്കോൽ ഇവിടെയുള്ള ഗൂർക്കയുണ്ട്, അദ്ദേഹത്തെ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 8 മണിക്കോ 7 മണിക്കോ തുറന്നു കൊടുക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കണം. നഗരസഭ അടിയന്തരമായി ഇടപെട്ട നടപ്പാതയുടെ ഇരുവശത്ത് ഗേറ്റ് നിർമ്മിച്ച് സാമൂഹിക വിരുദ്ധ ശല്യം ഒഴിവാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റുവരാത്ത ഉള്ള രീതിയിലാണ് ഇത് കിടക്കുന്നത്. അപ്പം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രദ്ധ ഉണ്ടായി. ഇത് നമ്മുടെ ഒന്നാമത്തെ കട്ടപ്പന നമ്മുടെ ശുചിത്വ മിഷന്റെ പേരിൽ എല്ലായിടത്തും ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പം ആ സ്കീമിലെങ്കിലും പെടുത്തി നമ്മുടെ ഈ ഇടവഴി
എങ്ങനെയെങ്കിലും ഒന്ന് വൃത്തിയാക്കി തരണമെന്നാണ് ഞങ്ങളുടെ പൊതുജനങ്ങളുടെ അഭിപ്രായം. സാമൂഹിക വിരുദ്ധ ശല്യം ഒഴിവാക്കുന്നതിനൊപ്പം നഗരസഭയുടെ നേതൃത്വത്തിൽ പാതയിലെ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. കട്ടപ്പനയിലെ ട്രാഫിക് പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി YMCA നടത്തിവരുന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സ്പൈസസ് ക്ലബിന്റെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു. HCN MD ജോർജി മാത്യു ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി YMCയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ജനകീയ യോഗങ്ങളുടെ ഭാഗമായി കട്ടപ്പന സ്പൈസസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുന്തളംപാറ റേഷൻകട ജംഗ്ഷനിൽ ക്ലബിന്റെ അംഗങ്ങളുടെയും പ്രദേശത്തെ പൗരപ്രമുഖരുടെയും യോഗം സംഘടിപ്പിച്ചു. കട്ടപ്പന നഗരത്തിന്റെ വികസനത്തെ മുരടിപ്പിലേക്ക് നയിച്ചുകൊണ്ടാണ് നഗരത്തിനുള്ളിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. വാഹനയാത്രക്കാർക്ക് പുറമെ കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കട്ടപ്പനയുടെ സമീപ പ്രദേശങ്ങളിലേക്കുള്ള വികസനത്തിന് തന്നെ ട്രാഫിക് പ്രതിസന്ധി വിലങ്ങുതടിയാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ട്രാഫിക് പരിഷ്കരണമെന്ന ആശയം ഉയർത്തിക്കൊണ്ട് YMCയുടെ നേതൃത്വത്തിൽ ജനകീയ യോഗങ്ങൾ നടത്തിവരുന്നത്. യോഗം HCN MD ജോർജി മാത്യു ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സ്പൈസസ് ക്ലബ്ബ് പ്രസിഡന്റ് PM ജോസഫ് അധ്യക്ഷനായി. കട്ടപ്പന YMCA ട്രഷറർ UC തോമസ് നഗരസഭയ്ക്ക് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ട്രാഫിക് പരിഷ്കരണങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകി. ചർച്ചയിലേക്ക് വന്നതും എല്ലാവരുമായിട്ടും കൂടി ആലോചിച്ചതിന്റെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് കട്ടപ്പന ടൗണിലെ തിരക്ക് ഒഴിവാക്കാനും പരിസരത്തുള്ള റോഡുകൾ ഉപയോഗിക്കാനും അതുവഴി ആ പ്രദേശത്ത് വികസനം ഉണ്ടാകാനുമാണ്. ഇപ്പോൾ പാറക്കടവിൽ നിന്ന് സ്കൂൾക്കവല വരെ പള്ളിക്കവല വരെയുള്ള ഏരിയയിൽ വന്ന മാറ്റം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കണ്ണുകൊണ്ട് കണ്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഗുണം. അതുപോലെ ITയുടെ അവിടെ നിന്ന് വെള്ളയാങ്കുടി വരെയുള്ള ഏരിയയിലും ബസ് ഓടി തുടങ്ങുകയും മറ്റ് പ്രൈവറ്റ് വണ്ടികൾ ഇടുക്കി സൈഡിലേക്ക് പോകുന്ന പ്രൈവറ്റ് വണ്ടികൾ അതിലെ വരികയും ചെയ്താൽ അവിടെ നിലവിലുള്ള ഷട്ടറുകൾ ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. ഇനി പുതുതായിട്ട് ഷട്ടറുകൾ വരെയും കുറെ പേർക്ക് ജീവിതമാർഗ്ഗമാവുകയും ചെയ്യും. ആ റോഡ് വികസിക്കും, റോഡ് വീതി ഉണ്ടാവും, ഭാവിയിലേക്ക് ഡെവലപ്മെന്റ് വരും. അതുപോലെ ഈ തിരക്കുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും കട്ടപ്പന ടൗണിലെ കച്ചവടങ്ങൾ കൂടും. കാരണം വണ്ടിയായിട്ട് വന്ന് പാർക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാവും. നിലവിലുള്ള കടകളുടെ കച്ചവടത്തിന് കുറവ് മാത്രം ഒന്ന് ചിന്തിച്ചാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന സംഗതിയാണ്. നടപ്പാക്കേണ്ട ട്രാഫിക് പരിഷ്കരണങ്ങളെക്കുറിച്ച് നടന്ന വിശദമായ ചർച്ചയിൽ ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KS മാത്യു, കട്ടപ്പന സ്പൈസസ് ക്ലബ്ബ് സെക്രട്ടറി തോമസ് അമ്പാട്ട്, ട്രഷറർ ജെയിംസ് കുര്യൻ, ജോയിന്റ് സെക്രട്ടറി ജോയിച്ചിൻ വലിയ പടിഞ്ഞാറേതിൽ, ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണേണ്ടതിന്റെയും പരിസര പ്രദേശങ്ങൾ വികസിക്കേണ്ടതിന്റെയും ആവശ്യകത യോഗത്തിൽ വിശദീകരിച്ചു. ചെമ്പകപ്പാറ അമലോത്ഭവ കപ്പേളയിൽ 8 ദിവസങ്ങളിലായി നടന്നുവന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളാഘോഷങ്ങൾ സമാപിച്ചു. താന്നിക്കണ്ടം സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ തോമസ് പുത്തൂർ സമാപന ദിന തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഡിസംബർ 1 മുതൽ 8 വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ നടന്നത്. ഫാദർ മാത്യു മേക്കൽ, ഫാദർ ജോർജ് പള്ളിവാതുക്കൽ, ഫാദർ ജോർജ് കൊച്ചുപുര, ഫാദർ സ്കറിയ പ്ലാത്തറ, ഫാദർ ജോസഫ് കുമ്പളന്താനം, ഫാദർ മാത്യു പുലിയാങ്കൽ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിലായി തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ജോർജ് തുമ്പനിരപ്പേൽ, കൈക്കാരന്മാരായ തങ്കച്ചൻ കടുകേപ്പറമ്പിൽ, ജോയിക്കുട്ടി ചിറ്റൂർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ആശ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായുള്ള 3ാമത് ഇടുക്കി ജില്ലാ പാരാ കലോത്സവം ഡിസംബർ 14 വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. അഫി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കായുള്ള പാരാ കലോത്സവം കഴിഞ്ഞ 3 വർഷക്കാലമായി നടത്തിവരികയാണ്. ഇത്തവണ ലോക ഭിന്നശേഷി ദിനത്തിലാണ് പാരാ കലോത്സവം സംഘടിപ്പിക്കുന്നത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുന്ന ഇത്തവണത്തെ പാരാ കലോത്സവത്തിൽ ജില്ലയിലെ വിവിധ ഭിന്നശേഷി സ്കൂളുകളിൽ നിന്നുമുള്ള 250ഓളം പേർ പങ്കെടുക്കും. അതായത് 2024 പാരാ കലോത്സവം വണ്ടിപ്പെരിയാറിൽ വരുന്ന 14-ാം തീയതി നടക്കാൻ പോവുകയാണ്. ഇതിൽ ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും ഏതാണ്ട് 200 കുട്ടികൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, രക്ഷകർത്താക്കൾ, അങ്ങനെ ഏതാണ്ട് ഒരു 400-500 പേര് പങ്കെടുക്കുന്ന ഒരു പാരാ കലോത്സവം വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ 14-ാം തീയതി നടക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് അഫി ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടന, ആശ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന ഒരു സംഘടന ഇങ്ങനെ ഒരു പാരാ കലോത്സവം ഈ മേഖലയിലെ അംഗവൈകല്യമുള്ള കുട്ടികൾക്കും വ്യക്തികൾക്കും നടത്തുവാൻ
2 വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിപുലമായി മികച്ച രീതിയിൽ ഏതാണ്ട് നമ്മുടെ കുട്ടികൾക്കുള്ള പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള കലോത്സവം പോലെ തന്നെ മികച്ച രീതിയിൽ കഴിഞ്ഞ 2 വർഷമായി ഈ പാരാ കലോത്സവം നടത്തി വരികയാണ്. വിവിധ മത്സരങ്ങൾ ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. അഫി ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ മണികണ്ഠൻ ലക്ഷ്മണൻ, കേരള സ്റ്റേറ്റ് കോർഡിനേറ്റർ കെ കുമാർ വാളാടി, ജില്ലാ കോർഡിനേറ്റർ ST രാജ്, ഭാരവാഹികളായ സെൽവം, M ഗണേശൻ, M ഹരിദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാവും കലോത്സവം നടക്കുക. കലാകായിക രംഗങ്ങളിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച കാഞ്ചിയാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇടുക്കി സഹോദയ ഫുട്ബോൾ, ബാഡ്മിന്റൺ, ചെസ്, കരാട്ടെ, സ്വിമ്മിംഗ് എന്നീ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയാണ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ഇടുക്കിയിൽ വെച്ച് നടന്ന സഹോദയ ഫുട്ബോൾ മത്സരത്തിലാണ് സയൻസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച വിജയം കരസ്ഥമാക്കിയത്. ഫുട്ബോൾ മത്സരത്തിൽ റണ്ണറപ്പും ഐബിൻ ജോസ് ബെസ്റ്റ് പ്ലെയറായും തെരഞ്ഞെടുത്തു. ഷട്ടിൽ, ബാഡ്മിന്റൺ മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പും ലോങ് ജമ്പിലും 800 മീറ്റർ ഓട്ടത്തിൽ 1ാം സ്ഥാനവും, സെവൻസ് ഫുട്ബോൾ മത്സരത്തിൽ തേർഡ് റണ്ണറപ്പും, സഹോദയ ചെസ് മത്സരത്തിൽ 1ാം സ്ഥാനവും, സ്വിമ്മിംഗിൽ 2 വെള്ളി മെഡലും കരസ്ഥമാക്കി. ഇതോടൊപ്പം വിവിധ മത്സരങ്ങളിലെല്ലാം മികച്ച വിജയമാണ് വിദ്യാർത്ഥികൾ കൈവരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് പറഞ്ഞു. നമുക്കറിയാം, കേരളോത്സവത്തോടനുബന്ധിച്ച് എല്ലാ പഞ്ചായത്തുകളിലും നിരവധി കോമ്പറ്റീഷൻ നടത്തുകയുണ്ടായി. നമ്മുടെ കുട്ടികൾ മാക്സിമം അയ്യപ്പൻകോവിൽ, ഉപ്പുതറ, കാഞ്ചിയാർ പഞ്ചായത്തിൽ നിന്നാണ് പഠിക്കുന്നത്. ആ പഞ്ചായത്ത് വിഭാഗത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുകയും നമുക്ക് നീന്തൽ വിഭാഗത്തിൽ നിരവധി പ്രൈസുകൾ നേടുകയുമുണ്ടായി. നീന്തൽ മത്സരത്തോടൊപ്പം തന്നെ ഹൈ ജമ്പിലും ജാവലിൻ ത്രോയിലൊക്കെ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി. അതിലും നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കുവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. കലാകായിക മേളയിലും വിദ്യാഭ്യാസ മേഖലയിലും മികച്ച പ്രവർത്തനമാണ് കാഞ്ചിയാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂൾ കാഴ്ചവെക്കുന്നത്. സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലക്കലിന്റെ നേതൃത്വത്തിൽ കായിക അധ്യാപകരായ സജി KJ, ദീപിക് ലേണിംഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ പരിശീലനം നടത്തുന്നത്. നമ്പിക്കൈ ഫാമിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ വുമൺസ് ടൈലറിംഗ് ഗ്രാജുവേഷനും ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു. പീരുമേട് MLA വാടൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ KMG ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ M ഗണേശൻ അധ്യക്ഷനായിരുന്നു. പീരുമേട് MLA വാടൂർ സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപനത്തെ, ഇതിന്റെ മഹത്വത്തെ കണ്ടുകൊണ്ടാണ് ഇവിടെ ഈ സംരംഭത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. തീർച്ചയായും ഈ ഇവരുടെ പ്രവർത്തനം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സന്ദർഭത്തിലാണ് റൂബൻ ദാനിയലും മിസ്സിസും തിരിച്ച് അങ്ങോട്ട് പോകുന്നു എന്ന വാർത്ത. ശരിക്കും പറഞ്ഞാൽ അത് ഹൃദയത്തിൽ വേദനയുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറയാതെ തരമില്ല. എന്നാലും ഇടയ്ക്കൊക്കെ ഇവിടെ വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അവർക്ക് എല്ലാവിധമായ ഭാവങ്ങളും ഈ സന്ദർഭത്തിൽ ഞാൻ നേരുകയാണ്. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. ജീവിതത്തെ തങ്ങളുടെ അധ്വാനം കൊണ്ട് നേരിടാൻ വേണ്ടിയിട്ടാണ് ഈ നാടിൻ്റെ ജനത എന്നും എക്കാലവും തയ്യാറായിട്ടുള്ളത്. പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിലെല്ലാം അധ്വാനമാണ് അവർ മുറുകെ പിടിച്ചത്. അങ്ങനെ തലമുറകളോളം അതിജീവനത്തിൻ്റെ, പോരാട്ടത്തിൻ്റെ ഒരുപാട് കഥകൾ നമുക്ക് ഈ നാട്ടിൽ നിന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. സംഗീത സംവിധായകനും ഗായകനുമായ സാംസൺ കോട്ടൂർ ക്രിസ്മസ് സന്ദേശം നൽകി. തുടർന്ന് തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. ശേഷം നമ്പിക്കൈ ഫാമിൽ നിന്നും തയ്യൽ പരിശീലനം പൂർത്തീകരിച്ച യൂണിറ്റുകൾക്ക് തയ്യൽ മെഷീനുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ചടങ്ങിൽ വെച്ച് വിവിധ ആളുകളെ ആദരിച്ചു. നമ്പിക്കൈ ഫാം ഡയറക്ടർ റൂബൻ ദാനിയേൽ രാജയ്യ, മോനി റൂബൻ ദാനിയേൽ, DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കുഴുവൻമാക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല കുളത്തുങ്കൽ, S ഗണേശൻ, അഫി ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ മണികണ്ഠൻ ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ ലപ്പക്കട JPM കോളേജിന് മുന്നിൽ പടുകൂറ്റൻ സാന്താക്ലോസിനെ നിർമ്മിച്ച തൊപ്പിപ്പാള സ്വദേശിയായ കലാകാരൻ മറ്റപ്പള്ളി സ്വദേശി തകടിയേൽ മാത്യു ആണ് 22 അടി നീളമുള്ള പടുകൂറ്റൻ സാന്താക്ലോസിനെ നിർമ്മിച്ചിരിക്കുന്നത്. സാന്താക്ലോസിന്റെ രൂപം ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. 10 ദിവസം കൊണ്ടാണ് JPM BEd കോളേജിന് മുന്നിലെ സാന്താക്ലോസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തുണി, തടിക്കഷ്ണങ്ങൾ, കമ്പി, റെക്സിൻ, സ്പോഞ്ച് എന്നീ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മാണം. തൊപ്പിപ്പാള സ്വദേശിയായ തകിടിയേൽ മാത്യുവാണ് ശില്പി. 22 അടി ഉയരവും 9.5 അടി വീതിയുമാണ് സാന്താക്ലോസിന്റെ വലിപ്പം. കഴിഞ്ഞ
കഴിഞ്ഞ വർഷം JPM കോളേജിൽ മാത്യു 15 അടിയോളം ഉയരമുള്ള സാന്താക്ലോസിനെ നിർമ്മിച്ചിരുന്നു. ഈ വർഷം കോളേജിലെ മാനേജ്മെന്റിന്റെ സഹായത്തോടെ കൂടുതൽ പുതുമയും കൗതുകവും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് 22 അടിയോളം ഉയരത്തിലുള്ള സാന്താക്ലോസിന്റെ രൂപം നിർമ്മിക്കുവാൻ തയ്യാറായതെന്ന് മാത്യു പറയുന്നു. ഒരു 2 വർഷം മുമ്പ് ഇവിടെ തന്നെ പഠിച്ച വിദ്യാർത്ഥികൾ എനിക്ക് ഒരെണ്ണുണ്ടാക്കി തരണമെന്ന് വിചാരിച്ചുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് 15 അടി വരെയുള്ള ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ വർഷമായപ്പോൾ അച്ഛന്മാർ ഇന്നപോലെ നേരിട്ട് വന്നിട്ട് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ 15 അടി പൊക്കം ആയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയില്ല, ഇത് വലുതാക്കിയിട്ടാണെന്നുള്ള ഉദ്ദേശത്തിൽ അപ്പോൾ ഒരു 20 അടി വെയിറ്റാണ് ഉദ്ദേശിച്ചത്. പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഒരു 2 അടിയും കൂടെ കൂട്ടി തല വരെയുള്ള പൊക്കം 22 അടി പൊക്കത്തിലാക്കി. പിന്നെ തൊപ്പിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് വേറെയും കൂടെ ഹൈറ്റ് കൂടും. അങ്ങനെ ഇപ്പം നമ്മൾ ഉണ്ടാക്കിക്കുന്നത്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്? മെറ്റീരിയൽ അത് സ്പോഞ്ച്, പിന്നെ തടി ഉണ്ട് കുറച്ച്. മുഖമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 5 പീസോളം തടി കൊണ്ടാവും നമ്മൾ തലയുണ്ടാക്കി. അതുപോലെ കയ്യിൽ അതിൻ്റെ ഷൂവൊക്കെ തടിയാണ്. പിന്നെ മേളിലിട്ടുന്ന റെക്സീനാണ്. അകത്ത് കമ്പിയുണ്ട്. ഏകദേശം ഒരു 10 തച്ചോളം നമ്മൾ പണിത് ഹെൽപ്പർ ആയിട്ട്. സാന്താക്ലോസിനെ നിർമ്മിക്കുന്നതിന് കോളേജിലെ മാനേജ്മെന്റിന്റെ പൂർണ്ണ പിന്തുണയാണ് ലഭിച്ചത്. ഏതാനും ജോലികൾ കൂടിക്കഴിഞ്ഞാൽ സാന്താക്ലോസിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും. ഇടുക്കിയിലെ കാർഷിക മേഖലയ്ക്ക് കരുത്തേകാൻ ഇനി മൊസൈക്ക് ഫെർട്ടിലൈസേഷന്റെ ഉൽപ്പന്നങ്ങളും. പ്രമുഖ അമേരിക്കൻ മൾട്ടിനാഷണൽ രാസവള കമ്പനിയായ മൊസൈക്ക് ഫെർട്ടിലൈസേഷന്റെ ബിസിനസ് ലോഞ്ചും റീറ്റെയിലർ മീറ്റും പുളിയൻമലയിൽ സംഘടിപ്പിച്ചു. വെസ്റ്റ ഇന്നൊവേഷൻസ് ആണ് ഉൽപ്പന്നത്തിന്റെ ജില്ലയിലെ അംഗീകൃത വിതരണക്കാർ. ചൈന, ബ്രസീൽ അടക്കം 40 രാജ്യങ്ങളിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുണ്ട്. 100 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും കമ്പനിക്കുണ്ട്. സ്വന്തമായി ഖനനം ചെയ്തെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ലോകമെമ്പാടും വിതരണം ചെയ്യുന്നത്. ഗുണമേന്മയിൽ മറ്റു വളങ്ങളെക്കാൾ മൊസൈക്ക് ഫെർട്ടിലൈസേഷന്റെ ഉൽപ്പന്നങ്ങൾ ഏറെ മുന്നിലുമാണ്. 4 വർഷമായി കേരളത്തിലെമ്പാടും ഉൽപ്പന്നം വിതരണം ചെയ്യുന്നുണ്ട്. തുടർന്നാണ് ഇടുക്കി ജില്ലയിലും ഉൽപ്പന്നത്തിന്റെ ലോഞ്ച് നടന്നത്. വെസ്റ്റ ഇന്നൊവേഷൻസ് ആണ് ജില്ലയിലെ അംഗീകൃത വിതരണക്കാർ. ജില്ലയിലെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇനി കരുത്തോടെ വളരുവാൻ മൊസൈക്കിന്റെ ഉൽപ്പന്നങ്ങൾ താങ്ങായി ഉണ്ടാകും. കമ്പനി അധികൃതർ ഉൽപ്പന്നത്തെയും ഉപയോഗത്തെയും കൂടുതൽ വിശദീകരിച്ചു. മൊസൈക്ക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കേരളത്തില് കഴിഞ്ഞ 4 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇടുക്കി ജില്ലയിൽ ഈ ഒരു അടുത്ത കാലത്താണ് എത്താൻ സാധിച്ചത്. ഇന്ന് ഇടുക്കി ജില്ലയിൽ മൊസൈക്കിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ലോഞ്ച് വെസ്റ്റ ഇന്നോവേഷൻ എന്ന നമ്മുടെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറോടൊപ്പം ചേർന്ന് ഇടുക്കിയിലെ റീറ്റെയിലേഴ്സിന് ഒരു മീറ്റിംഗോടുകൂടി നടത്താൻ സാധിച്ചു. ഇടുക്കിയിലെ കാർഷിക മേഖലയിലേക്ക് മൊസൈക്കിന്റെ വളരെ ക്വാളിറ്റിയോടുകൂടിയുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സമീപ ഭാവിയിൽ വെസ്റ്റ ഇന്നോവേഷൻസിനും മൊസൈക്കിനും സാധിക്കുമെന്ന പ്രത്യാശയോടുകൂടി എല്ലാ ആളുകളോടും നന്ദി പറഞ്ഞുകൊണ്ട് നടത്തുന്നു. കേരളത്തിന്റെ വിവിധ ജില്ലകളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ളതും മണ്ണിന്റെ pH മൂല്യത്തിന് അനുസരിച്ചുള്ളതുമായ വളങ്ങളും കീടനാശിനികളുമാണ് മൊസൈക്ക് വിതരണം ചെയ്യുന്നത്. പുളിയമ്പനയിൽ ചേർന്ന കമ്പനി ബിസിനസ് ലോഞ്ചും റീറ്റെയിലർ മീറ്റിലും നിരവധി ആളുകൾ പങ്കെടുത്തു. മൊസൈക്ക് ജനറൽ മാനേജർ ആശിഷ് ലേഖര, റീജിയണൽ മാനേജർ S. ഗോപി, അഗ്രോണമിസ്റ്റ് യോഗാനന്ദ ഗൌഡ, കേരള സ്റ്റേറ്റ് മാനേജർ വൈശാഖ് മുരളി, വെസ്റ്റ ഇന്നൊവേഷൻസ് മാനേജിംഗ് ഡയറക്ടർ സേവ്യർ ജേക്കബ്, ഡയറക്ടർ CB എബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മത്സ്യകൃഷി വേറിട്ട രീതിയിലാക്കി മെച്ചപ്പെട്ട വരുമാനം കണ്ടെത്തുന്ന ഒരു കർഷകനുണ്ട് അടിമാലിയിൽ. കോയി കാർപ്പെന്ന മത്സ്യങ്ങളെ വളർത്തി എക്സ്റ്റാസി റൈഡിലൂടെ വിനോദസഞ്ചാരികളെ ആകർഷിച്ചാണ് അടിമാലി ചാറ്റുപാറ സ്വദേശിയായ ജോൺ പൊറ്റാസ് തൻ്റെ പൊറ്റാസ് ഫണ്ട് ഫാമിലൂടെ വരുമാനം കണ്ടെത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച മത്സ്യകൃഷി പതിയെ പതിയെ ഇന്നത്തെ നിലയിലേക്ക് എത്തുകയായിരുന്നു. ഹൈറേഞ്ച് മേഖലയിൽ മത്സ്യകൃഷി നടത്തുന്ന കർഷകർ ധാരാളമുണ്ട്.
എന്നാൽ ജോൺ പൊറ്റാസിനെ പോലെ മത്സ്യകൃഷി വേറിട്ട രീതിയിലാക്കി വിജയം കൈവരിച്ച കർഷകർ ചുരുക്കമായിരിക്കും. എല്ലാ കർഷകരെയും പോലെ ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങളെയായിരുന്നു ജോൺ പൊറ്റാസും തന്റെ കൃഷിയിടത്തിലെ കുളത്തിൽ ആദ്യം നിക്ഷേപിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ച വരുമാനം ലഭിച്ചില്ല. ഇതോടെയാണ് വിനോദസഞ്ചാരികൾ കടന്നു വരുന്ന പ്രദേശത്ത് മത്സ്യകൃഷി തന്നെ എന്തുകൊണ്ട് മറ്റൊരു രീതിയിലാക്കിക്കൂടാ എന്ന ചിന്ത ജോൺ പൊറ്റാസിനുണ്ടായത്. അതോടെ ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങളെ ഉപേക്ഷിച്ച് ജോൺ കുളത്തിൽ കാണാൻ കൗതുകം ജനിപ്പിക്കുന്ന കോയി കാർപ്പിനത്തിൽപ്പെട്ട മത്സ്യങ്ങളെ നിക്ഷേപിച്ചു. പതിയെ പതിയെ മനുഷ്യരുമായി അടുത്തിടപഴകുന്ന രീതിയിലേക്ക് മത്സ്യങ്ങളെ മാറ്റിയെടുത്തു. അങ്ങനെ എക്സ്റ്റാസി റൈഡിലൂടെ സഞ്ചാരികളെ ആകർഷിക്കുന്ന പൊറ്റാസ് ഫൺ ഫാമായി ജോൺ പൊറ്റാസിന്റെ കൃഷിയിടം മാറി. 2018 ആയപ്പോൾ ഒരു പുതിയ ലൈനിൽ മത്സ്യകൃഷി നടത്തണമെന്നെനിക്ക് തോന്നി. അതായത് തിന്നാൻ വേണ്ടി അല്ലാതെ കൗതുകത്തിന് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി, എൻജോയ്മെൻറ്റിന് വേണ്ടി മീൻ കൃഷി നടത്തുക. അങ്ങനെ 5000 കോയിക്കാർപ്പ് വർണ്ണ മത്സ്യങ്ങളെ കൊണ്ടുവന്നു. അത് തരക്കേടില്ലാതെ ആയി വന്നപ്പോഴേക്കും പ്രളയം വന്ന് ഒത്തിരിയൊക്കെ നഷ്ടപ്പെട്ടു. എന്നാലും അത് വീണ്ടും തുടർച്ചയായിട്ട് കൊണ്ടുപോകും. അപ്പോൾ മീനുകളുമായിട്ട് സല്ലപിക്കാനും അടുത്തിടപഴകാനുമുള്ള സൗകര്യങ്ങൾ ശകലമുണ്ടാക്കി, ചങ്ങാടം ഉണ്ടാക്കി. നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സാധാരണ ചങ്ങാടം മാതിരിയല്ല ഈ ചങ്ങാടം കൂടിയുള്ളത്. നിലത്ത് തറയിൽ പടിഞ്ഞിരുന്ന് കാല് വെള്ളത്തിലിട്ട് ആ മീനുകളുമായി സല്ലപിച്ച് അങ്ങനെ ഒന്ന് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലേക്ക് വരും. അപ്പോൾ വരുന്ന ആളുകൾ മുഴുവനും ഇത് വളരെ രസകരമായിരിക്കുന്നു, ഇതുപോലെ ലോകത്തൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ എല്ലാവരും തന്നെ പറയുന്നു. എക്സ്റ്റാസി റൈഡ് ആസ്വദിക്കാൻ ഇന്ന് സഞ്ചാരികൾ ധാരാളമായി ജോൺ പൊറ്റാസിന്റെ ഫാമിലേക്ക് എത്തുന്നുണ്ട്. കൃഷിയിടത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ചെറു തടാകത്തിലേക്ക് കാൽ നീട്ടിയാൽ കോയിക്കാർപ്പ് മത്സ്യങ്ങൾ പൊതിയും. കൗതുകമുള്ള ഈ കാഴ്ചയ്ക്കൊപ്പം മത്സ്യങ്ങളെ തൊടുകയും ചിത്രങ്ങൾ പകർത്തുകയും ഒക്കെയാകാം. എക്സ്റ്റാസി റൈഡിനൊപ്പം ചെറുതടാകത്തിലൂടെ ചങ്ങാടത്തിലുള്ള യാത്രയ്ക്കും ഏതാനും ചില വാട്ടർ ആക്ടിവിറ്റീസിനും ഫാമിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പരാജയപ്പെട്ട ഒരു രീതിക്ക് പകരം പുതിയതെന്തെന്ന ചിന്തയാണ് ഇന്നത്തെ വിജയത്തിന് പിന്നിലെന്ന് ഇടുക്കിയിലെ ആദ്യ ലൈസൻസ്ഡ് പൈലറ്റ് കൂടിയായ ജോൺ പൊറ്റാസ് പറയുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലിക്കാലയിലെ വിവരം. ആകെ നോട്ട് 277, വിൽപ്പനയ്ക്ക് വന്നത് 86,722, വിൽപ്പന നടന്നത് 79,186, കൂടിവില 3,401, ശരാശരി വില 2,914. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപ, ഏലം കൂടിയ വില 2,850, ഏലം ശരാശരി വില 2,500, കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പൂ 925, കൊക്കോ 100, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,130 രൂപ, വെള്ളി 100.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കേജീസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെടുങ്കണ്ടത്ത് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം കർഷക ക്ഷേമമല്ല കമ്മീഷനാണെന്ന് വിമർശനം. കർഷക പ്രശ്നങ്ങളോട് നെഗറ്റീവ് സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുരളീധരൻ. വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിയമനം. ഇതോടെ വലയുന്നത് ആശുപത്രിയിലെത്തുന്ന നൂറുകണക്കിന് രോഗികൾ. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ ആശുപത്രിക്ക് മുന്നിലുണ്ടാകുന്നത് രോഗികളുടെ നീണ്ട നിര. KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് കെ മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മുനമ്പം വിഷയത്തിൽ UDF-ന്റെയും പാർട്ടിയുടെയും നിലപാട് വ്യക്തമാണ്. അവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ലെന്നും മുരളീധരൻ. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റബ്ബർ ഷീറ്റിന്റെ വില 200ലേക്ക്. റബ്ബർ വിലയിൽ വീണ്ടും വർധനവുണ്ടായിട്ടുള്ളത് 164 രൂപ വരെയായി കുപ്പുകുത്തിയ ശേഷം. കഴിഞ്ഞ ഓഗസ്റ്റിൽ 255 രൂപ വരെ റബ്ബറിന് വില ഉയർന്നിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.